KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. ഇന്നത്തെ വാർത്താവിശേഷങ്ങളിലേക്ക്. സൗമ്യ വധക്കേസിൽ പ്രോസിക്യൂഷന് വീഴ്ചപറ്റിയെന്ന് സുപ്രീം കോടതി. വിശ്വസിക്കേണ്ടത് സാക്ഷികളെയോ അതോ ഡോക്ടറെയോ എന്ന് കോടതി ആരാഞ്ഞു. സൗമ്യ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നാണ് സാക്ഷിമൊഴി. 101% തെളിവുകളും ഉറപ്പാക്കേണ്ടത് സുപ്രീം കോടതിയുടെ കടമയാണ്. സംശയത്തിന്റെ കണിക പോലുമുണ്ടെങ്കിൽ വധശിക്ഷ വിധിക്കാനാവില്ല. കീഴ്ക്കോടതിയിൽ വിചാരണയിലുണ്ടായ വീഴ്ചകൾ കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം കോടതിക്ക് കൃത്യമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പ്രോസിക്യൂഷനും സൗമ്യയുടെ അമ്മയുടെ അഭിഭാഷകനും സമയം ആവശ്യപ്പെട്ടു. 17-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കും. പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന രേഖകൾ കളവെന്ന് അഡ്വക്കേറ്റ് BA ആളൂർ പറഞ്ഞു. സർക്കാർ അഭിഭാഷകരുടെ വീഴ്ച അന്വേഷിക്കണമെന്ന് സൗമ്യയുടെ അമ്മ സുമതി ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരും സൗമ്യയുടെ അമ്മ സുമതിയും നൽകിയ പുനഃപരിശോധനാ ഹർജികളിലാണ് സുപ്രീം കോടതി പരാമർശം. ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയ്, UU ലളിത് എന്നിവരടങ്ങിയ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ചത്. ഗോവിന്ദചാമിയുടെ കൊലക്കുറ്റവും വധശിക്ഷയും പുനഃസ്ഥാപിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെയും സൗമ്യയുടെ അമ്മ സുമതിയുടെയും ആവശ്യം. സൗമ്യ വധക്കേസിൽ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് മന്ത്രി AK ബാലൻ. കേസിൽ സർക്കാരിന് നേട്ടമാണുണ്ടായത്. കേസ് വീണ്ടും തുറന്ന കോടതിയിൽ കൊണ്ടുവന്നത് ചെറിയ കാര്യമല്ലെന്നും മന്ത്രി പറഞ്ഞു. സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സൗമ്യയുടെ അമ്മ സുമതി പറഞ്ഞു. ഇന്ത്യ പാക് അതിർത്തി പൂർണ്ണമായി അടയ്ക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. 2018-നകം തീരുമാനം പൂർണ്ണമായി നടപ്പാക്കും. അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലാണ് തീരുമാനം. അതിർത്തി സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി ബോർഡർ സെക്യൂരിറ്റി ഗ്രിഡ് സ്ഥാപിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. यह बैठक इसलिए बुलाई गई थी कि होम मिनिस्ट्री ने एक टारगेट तय किया है कि इंडो पाक सीमा को दिसंबर 2018 तक पूरी तरह से सील कर दिया जाए. दिसंबर 2018 तक भारत पाक सीमा को पूरी तरह से सील करने का जो फैसला हम लोगों ने किया है, इस लक्ष्य को हासिल करने के लिए जो भी एक्शन प्लान तैयार किया है वह एक्शन प्लान पूरी तरह से टाइम बाउंड है. അതിനിടെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ സുരക്ഷ ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ച ഉന്നതതല യോഗം ജയ്സാൽമീറിൽ ചേർന്നു. യോഗത്തിൽ ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും പങ്കെടുത്തു. മിന്നലാക്രമണത്തിനു ശേഷം അതിർത്തിയിലൂടെ ഭീകരരെ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ കയറ്റിവിടുന്നുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം. പാക് ചാരസംഘടനയായ ISIൽ നിന്നുള്ള 15 പേർ കടൽ വഴി ഗുജറാത്തിൽ നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം നിയന്ത്രണരേഖയിൽ വീണ്ടും പാക് വെടിവെപ്പുണ്ടായി. പുഞ്ച് ജില്ലയിലെ മാൾട്ടി മേഖലയിലാണ് പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. പാക് അധീന കാശ്മീരിലെ മിന്നലാക്രമണത്തിന്റെ പേരിൽ കോൺഗ്രസും BJPയും തുറന്ന പോരിലേക്ക്. രാഷ്ട്രീയ പ്രചാരണത്തിന് സൈന്യത്തെ കരുവാക്കുന്നതിനെ പിന്തുണയ്ക്കാനാവില്ലെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. എന്നാൽ പാക് അധീന കാശ്മീരിലെ മിന്നലാക്രമണത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്നും രാഹുൽ ട്വിറ്ററിൽ വ്യക്തമാക്കി. ജവാന്മാരുടെ ചോരയുടെ മറവിൽ പ്രധാനമന്ത്രി ദല്ലാൾ പണി നടത്തുകയാണെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം അതിരുകടന്നെന്ന് BJP അധ്യക്ഷൻ അമിത് ഷാ പറഞ്ഞു. ചില രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ സൈന്യത്തെ അപമാനിക്കുന്നതാണെന്നും അമിത് ഷാ പറഞ്ഞു. राहुल गांधी ने जब जवानों के खून की दलाली का शब्द प्रयोग किया तब उन्होंने सभी सीमाओं को लांघ दिया है, इंतहा ही कर दी है. मैं मानता हूं कि राहुल गांधी का इस शब्द प्रयोग इस सेना की वीरता का अपमान है, देश की 125 करोड़ जनता का. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമിച്ച മുഴുവൻ CPM നേതാക്കളുടെ മക്കളെയും ഒഴിവാക്കണമെന്ന് രമേശ് ചെന്നിത്തല. EP ജയരാജന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതിയാണിതെന്നും പിണറായി വിജയൻ മോദി ഭക്തനായി മാറിക്കഴിഞ്ഞെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. അല്ല, ഇത് അഴിമതിയാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. മന്ത്രി ജയരാജൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വജനപക്ഷപാതമാണിത്. സർക്കാരിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതവും അഴിമതിയും ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന നടപടിയാണ്. തൊടുപുഴ കട്ടപ്പനക്ക് സമീപം പുഷ്പഗിരിയിൽ സ്വകാര്യ ബസ്സും തവേര ജീപ്പും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു.
കോട്ടയം കാഞ്ഞിരപ്പള്ളി സുഗോദയ റിംഗ് റോഡിൽ കൊച്ചുപറമ്പിൽ അച്ചാമ്മ, മകൻ ഷാജി, മകൻ ഇവാൻ, ജെയിൻ, വാഹനത്തിന് ഡ്രൈവർ സിജോ എന്നിവരാണ് മരിച്ചത്. പുഷ്പഗിരി മുരിക്കാശ്ശേരിയിലെ ബന്ധുവീട്ടിലെത്തിയ ശേഷം തിരിച്ച് കാഞ്ഞിരപ്പള്ളിക്ക് മടങ്ങുകയായിരുന്നു ഇവർ. 11 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പരിക്കേറ്റ 6 പേരിൽ 3 കുട്ടികളുമുണ്ട്. 2016 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം കൊളംബിയൻ പ്രസിഡന്റ് ഹുവാൻ മാനുവൽ സന്തോസിന്. 52 വർഷം നീണ്ട കൊളംബിയയിലെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിച്ച് രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് സമാധാനത്തിനുള്ള നൊബേൽ കമ്മിറ്റി അറിയിച്ചു. ഏതാനും ദിവസം മുമ്പ് കൊളംബിയൻ സർക്കാർ ഇടത് ഗറില്ലകളായ റവല്യൂഷണറി ആംഡ് ഫോഴ്സസ് ഓഫ് കൊളംബിയയുമായി ഒപ്പിട്ട സമാധാന കരാറിന് മുൻകൈയെടുത്തത് സന്തോസാണ്. മുൻ പ്രസിഡന്റ് അൽവാരോ ഉറിബെ ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ എതിർപ്പ് മറികടന്നാണ് ഫാർക്കുമായുള്ള സമാധാന കരാർ. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ചികിത്സ നീളുന്ന സാഹചര്യത്തിൽ ചെന്നൈയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ. മന്ത്രിസഭയെ ആര് നയിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായില്ല. മുതിർന്ന മന്ത്രിമാരായ ഒ പനീർശെൽവം, എടപ്പാടി പളനിസ്വാമി എന്നിവർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ഗവർണർ ചോദിച്ചറിഞ്ഞതായി രാജ്ഭവന് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ജയലളിതയ്ക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകണമെങ്കിൽ കൂടുതൽ കാലം ചികിത്സ വേണ്ടിവരുമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ഗവർണറുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. മുഖ്യമന്ത്രി ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ എത്തുന്നതുവരെ മറ്റാരെയെങ്കിലും താത്കാലികമായി ചുമതല ഏൽപ്പിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ നടക്കുന്ന യോഗത്തിൽ നേതൃമാറ്റം സംബന്ധിച്ച തീരുമാനമാകുമെന്നാണ് വിവരം. പനീർശെൽവമോ പഴനിസ്വാമിയോ മുഖ്യമന്ത്രി ആയേക്കുമെന്നാണ് സൂചന. മുമ്പ് ജയലളിതയ്ക്ക് പകരക്കാരനായിട്ടുള്ള പനീർശെൽവത്തിനായിരിക്കും സാധ്യത കൂടുതൽ. ഫേസ് വാഷിലും പേസ്റ്റിലും അപകടകരമായ പ്ലാസ്റ്റിക് മൈക്രോബീഡുകളുടെ സാന്നിധ്യം വലിയ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ജലാശയങ്ങളെ വിഷലിപ്തമാക്കുകയാണ് ഇവയെന്ന് ശാസ്ത്രലോകം പറയുന്നു. പ്ലാസ്റ്റിക് കണികകൾ നിരോധിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ദിവസവും പലവട്ടം ഉപയോഗിക്കുന്ന വസ്തുവായി ഫേസ് വാഷ് മാറിയിരിക്കുന്നു. സോപ്പിലെ രാസപദാർത്ഥങ്ങളില്ല, അതിനാൽ കൂടുതൽ സുരക്ഷിതമാണെന്നാണ് പൊതുവിശ്വാസം. എന്നാൽ ഇത് അപ്പാടെ തിരുത്തുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതീവ സൂക്ഷ്മമായ മൈക്രോബീഡ്സ് എന്നറിയപ്പെടുന്ന പ്ലാസ്റ്റിക് കണികകൾ ഫേസ് വാഷിലുണ്ട്. ചർമ്മത്തിൽ ഉരയുമ്പോൾ എണ്ണയും പൊടിയും അഴുക്കുമെല്ലാം പോകാനാണ് സൂക്ഷ്മ പ്ലാസ്റ്റിക് ഫേസ് വാഷിൽ ചേർക്കുന്നതെന്നാണ് ഉത്പാദകരുടെ വാദം. പേസ്റ്റ് ഉൾപ്പെടെ പല ഉത്പന്നങ്ങളിലും ഇവ ചേർക്കുന്നുണ്ട്. ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും അത്യന്തം അപകടകരമാണ് പ്ലാസ്റ്റിക് കണികകൾ. മൈക്രോബീഡ്സ് അലിയുകയോ നശിക്കുകയോ ചെയ്യാതെ എത്രകാലം വേണമെങ്കിലും നിലനിൽക്കും. വെള്ളത്തിലൂടെ ഇവ ജലാശയങ്ങളിലും കടലിലുമെത്തും. മീനുകളുടെയും മറ്റു സമുദ്രജീവികളുടെയും ഉള്ളിൽ ഇവ എത്തിച്ചേരുന്നു. അങ്ങനെ ഇവയെ ഭക്ഷിക്കുന്ന മനുഷ്യരിലേക്കും. കടൽ വെള്ളം കൈക്കൊമ്പിളിൽ കോരിയാൽ അതിലുള്ള പ്ലാങ്ക്ടൺസിന്റെ അളവിനേക്കാളും കൂടുതലുള്ളത് മൈക്രോബീഡ്സ് ആണ്. ഫിഷിനെ വല്ലാതെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിഷ് വളരെ കണ്ടാമിനേറ്റഡ് ആണ്. അമേരിക്കയിൽ നിന്ന് മാത്രം പ്രതിവർഷം 35,000 ടൺ സൂക്ഷ്മ പ്ലാസ്റ്റിക് കണികകൾ ജലാശയങ്ങളിലേക്ക് എത്തുന്നുവെന്നാണ് കണക്ക്. ഇതിന്റെ 1000 ഇരട്ടിയെങ്കിലും ആഗോളതലത്തിലുണ്ട്. കടുത്ത ആരോഗ്യ പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്ന മൈക്രോബീഡ്സിന്റെ ഉത്പാദനം 2015 അമേരിക്ക നിരോധിച്ചു. എന്നാൽ ഇന്ത്യയിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഈ വിഷക്കണികകൾ ഫേസ് വാഷിലും പേസ്റ്റിലും സുഗന്ധലേപനങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയാണ്. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ്. ജീവന് വില കൽപ്പിക്കാത്തവരാണ് വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെന്ന് ട്രാഫിക് പോലീസ് മേധാവി ബ്രിഗേഡിയൻ സെയ്ഫ് മുഹീർ അൽ മസ്റൂഇ പറഞ്ഞു. ഈ വർഷം 6 മാസം പിന്നിട്ടപ്പോഴേക്കും 30,000-ലധികം പേർക്ക് പിഴ ചുമത്തി. ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമായവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോൾ അപകടത്തിന്റെ തൊട്ടുമുമ്പുള്ള നിമിഷങ്ങളിൽ മൊബൈൽ ചാറ്റിംഗ് നടത്തിയതായി വ്യക്തമായിട്ടുണ്ടെന്ന് ബ്രിഗേഡിയൻ അൽ മസ്റൂഇ വെളിപ്പെടുത്തി. സൗദിയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുതിയ പ്രവൃത്തി സമയം കൊണ്ടുവരാൻ ഷൂറ കൌൺസിൽ ആലോചിക്കുന്നു. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. സൗദിയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുതിയ പ്രവൃത്തി സമയം കൊണ്ടുവരാൻ ഷൂറ കൌൺസിൽ ആലോചിക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ രാത്രി 9 മണിക്ക് തന്നെ അടക്കുന്ന നിയമം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് തൊഴിൽ സാമൂഹിക കാര്യ മന്ത്രാലയം ബന്ധപ്പെട്ടവരുമായി ചർച്ചകൾ തുടരുകയാണ്. ഇത് പ്രാബല്യത്തിൽ വന്നാൽ രാത്രി നമസ്കാരത്തിന് അടക്കുന്നത് 5 മിനിറ്റായി കുറയ്ക്കാനാണ് നീക്കം. നിലവിൽ രാത്രി 12 മണിയോടെയാണ് സാധാരണ വ്യാപാര സ്ഥാപനങ്ങൾ അടക്കുന്നത്. ഇത് നേരത്തെയാക്കുന്നത് വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വ്യാപാരികൾക്ക് പരാതിയുണ്ട്. പുതിയ പ്രവൃത്തി സമയം പ്രാബല്യത്തിൽ വന്നാൽ പലരും നിക്ഷേപം പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു. നിലവിൽ രാത്രി നിസ്കാരത്തിനായി കടകൾ 25 മുതൽ 40 മിനിറ്റ് വരെ അടച്ചിടുന്നുണ്ട്.
9 മണിക്ക് അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പിന്നെ രാത്രി കച്ചവടം നടത്താൻ സമയം ഉണ്ടാകില്ല എന്നും ആരോപണമുണ്ടായി. ഇതേ തുടർന്നാണ് രാത്രി നിസ്കാരത്തിനായി അടച്ചിടുന്ന സമയം ചുരുക്കാൻ ആലോചിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. സംഘടനാ വാർത്തകൾ. ധീരവിപ്ലവ കൈകൾ കോർക്കൂ, നേര് തേടും സോദരരെ, പോരിടങ്ങൾ ഉണർന്നു കഴിഞ്ഞു വീരരാം പോരാളികളെ. ഇസ്ലാമിക പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരള മുസ്ലിം ജമാഅത്ത് പ്രഖ്യാപിച്ച വിഷൻ 2020 കർമ്മ പദ്ധതികൾക്ക് തുടക്കമാവുന്നു. സ്റ്റേറ്റ് നേതൃശില്പശാല അന്തിമരൂപം നൽകിയ ആഭ്യന്തര സജ്ജീകരണത്തിന്റെ ഭാഗമായി ജില്ലാ ലീഡേഴ്സ് ക്യാമ്പും സോൺ ദഴ്വ 2016 യൂണിറ്റ് പ്രവർത്തക സംഗമങ്ങളും ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഒക്ടോബർ 15 മുതൽ നവംബർ 14 വരെ സംസ്ഥാന വ്യാപകമായ ദേശസുരക്ഷാ ക്യാമ്പയിൻ ആചരിക്കുന്നതിന് വിപുലമായ കർമ്മപരിപാടികളാണ് സംഘടന ആവിഷ്കരിക്കുന്നത്. പ്രസ്ഥാനം മുന്നോട്ടുവെക്കുന്ന ബൃഹത്തായ കർമ്മപരിപാടികളുടെ പൂർത്തീകരണത്തിനുള്ള പ്രവർത്തന ഫണ്ട് ഈ മാസം 14 സമാഹരിക്കും. സംഘടനാ കുടുംബത്തിൽ അംഗത്വമെടുത്ത മുഴുവൻ അംഗങ്ങളും അവരുടെ ഒരു ദിന വരുമാനം അന്നേ ദിവസം യൂണിറ്റ് സാരഥികൾക്ക് കൈമാറും. ഈ മാസം അവസാനവാരം നടക്കുന്ന സോൺ തല സംഗമങ്ങളിൽ യൂണിറ്റ് നേതാക്കൾ ഫണ്ട് സംസ്ഥാന നേതൃത്വത്തെ ഏൽപ്പിക്കും. ഫണ്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നടന്ന ചടങ്ങിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് അലി ബാഫഖി തങ്ങൾക്ക് നൽകി നിർവഹിച്ചു. സമസ്ത കേരള സുന്നി യുവജന സംഘം SYS സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി പുതിയ 1000 വീടുകൾ നിർമ്മിച്ചു നൽകും. ദാറുൽ ഖൈർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം കേരള ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നാളെ കോഴിക്കോട്ട് നിർവഹിക്കും. KP കേശവമേനോൻ ഹാളിൽ രാവിലെ 9 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2011 SYS ഭവന നിർമ്മാണ പദ്ധതി ആരംഭിച്ചത്. 1000-ലധികം വീടുകൾ ഇതിനകം നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരാണ് ദാറുൽ ഖൈർ ഭവന പദ്ധതിയുടെ പ്രയോക്താക്കൾ. ആതുര സേവന രംഗത്തും SYS മികച്ച പ്രവർത്തനം നടത്തുന്നുണ്ട്. മാരകരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് സൗജന്യമായി മരുന്നുകൾ ലഭ്യമാക്കാൻ മെഡിക്കൽ കാർഡുകൾ നൽകുന്നുണ്ട്. 12,000-ഓളം സന്നദ്ധ സേവകരാണ് ആതുര മേഖലയിൽ SYS സാന്ത്വനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാർത്ഥന നടത്തും. MK രാഘവൻ MP, A പ്രദീപ് കുമാർ MLA, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, മജീദ് കക്കാട്, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, CP മൂസ ഹാജി അപ്പോളോ, VPM ഫൈസി വില്യാപ്പള്ളി, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, CP സൈദരവി മാസ്റ്റർ ചെങ്ങര തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. മമ്പുറം തങ്ങളും കോന്തുനായരും നാടുണർത്തിയ സൗഹൃദം എന്ന തലക്കെട്ടിൽ SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാനവ സംഗമം ഈ മാസം 9 തലപ്പാറയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8:30 സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ചെയർമാൻ പ്രൊഫസർ AP അബ്ദുൽ വഹാബ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ C അയ്യപ്പൻ, കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗത്തിലെ ഡോക്ടർ KS മാധവൻ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് നടക്കുന്ന അക്കാദമിക് കോൺഫറൻസിൽ മമ്പുറം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട 4 പഠനങ്ങൾ നടക്കും. കാലിക്കറ്റ് സർവകലാശാല മുൻ VC ഡോക്ടർ KKN കുറുപ്പ്, മാളിയേക്കൽ സുലൈമാൻ സഖാഫി, പ്രൊഫസർ UC അബ്ദുൽ മജീദ് എന്നിവർ പങ്കെടുക്കും. കേരളത്തിലെത്തിയ സയ്യിദുമാർ മമ്പുറം തങ്ങൾ ജീവിതം, ദർശനം, സാമൂഹിക ഇടപെടൽ, പോരാട്ട നിലപാടുകൾ എന്നീ വിഷയങ്ങളിൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, NM സ്വാദിഖ് സഖാഫി, മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, K അബ്ദുൽ കലാം, ഡോക്ടർ KK മുഹമ്മദ് അബ്ദുൽ സത്താർ, M മുഹമ്മദ് സ്വാദിഖ്, ബഷീർ ഫൈസി വണ്ണക്കോട്, M അബ്ദുൽ മജീദ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് കലാവിരുന്ന് അരങ്ങേറും. 11,500 പ്രതിനിധികളാണ് പങ്കെടുക്കുക. ഉച്ചയ്ക്ക് 12:30 2000 സൗഹൃദങ്ങളുടെ ഒത്തുചേരലുണ്ടാവും. 2 മണിക്ക് നടക്കുന്ന സൗഹാർദ്ദ സമ്മേളനം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി KT ജലീൽ, MLA-മാരായ VT ബൽറാം, മുഹമ്മദ് മുഹ്സിൻ എന്നിവർ അതിഥികളാവും. ബേബി ജോൺ, ആലങ്കോട് ലീലാകൃഷ്ണൻ, KP രാമനുണ്ണി, ബാലകൃഷ്ണൻ വള്ളിക്കുന്ന്, R അച്യുതമേനോൻ എന്നിവർ സൗഹാർദ്ദ പ്രഭാഷണം നടത്തും. വൈകിട്ട് 6 നടക്കുന്ന സമാപന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷനാവും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അതിഥിയായിരിക്കും. സയ്യിദ് PKS തങ്ങൾ തലപ്പാറ, NB അബ്ദുറസാഖ് സഖാഫി, ഡോക്ടർ PA മുഹമ്മദ് ഫാറൂഖ് നഈമി, ദേവർശോല അബ്ദുസ്സലാം മുസ്ലിയാർ, MN കുഞ്ഞിമുഹമ്മദ് ഹാജി, ഡോക്ടർ നൂറുദ്ദീൻ റാസി തുടങ്ങിയവർ പ്രസംഗിക്കും.
തുടർന്ന് സംസ്ഥാന സാഹിത്യോത്സവ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന ഖവാലി, മാലപ്പാട്ട് എന്നിവയുണ്ടാവും. മാനവ സംഗമത്തിന്റെ ഭാഗമായി മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ 8 ഡിവിഷനുകളിൽ നടന്ന സൗഹൃദ പ്രയാണങ്ങൾ മമ്പുറം മക്കാമിൽ സംഗമിച്ചു. മമ്പുറം തങ്ങളും കോന്തുനായരും നാടുണർത്തിയ സൗഹൃദം എന്ന തലവാചകത്തിൽ ഈ മാസം 9 തലപ്പാറയിൽ നടക്കുന്ന മാനവ സംഗമത്തിന്റെ ഭാഗമായാണ് സൗഹൃദ പ്രയാണങ്ങൾ. വിവിധ ഡിവിഷനുകളിൽ നിന്നുള്ള സൗഹൃദ പ്രയാണങ്ങൾ സംഗമിച്ച മമ്പുറം തങ്ങൾ മക്കാം സിയാറത്തിന് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ നേതൃത്വം നൽകി. തങ്ങളിൽ നിന്നും SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് KV ഫക്രുദ്ദീൻ സഖാഫി പതാക ഏറ്റുവാങ്ങി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് റഈസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ നഗരിയിൽ പതാക ഉയർത്തി. PKS തങ്ങൾ തലപ്പാറ, മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ, NM സ്വാദിഖ് സഖാഫി, M മുഹമ്മദ് സ്വാദിഖ്, M അബൂബക്കർ മാസ്റ്റർ, NV അബ്ദുറസാഖ് സഖാഫി, M അബ്ദുൽ മജീദ് തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.